വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മക്കനെ പിടികൂടാനുള്ള ദൗത്യം 9ാം ദിവസവും തുടരുന്നു. നിലവിൽ നാഗർഹോള വനമേഖലയിലാണ് ആനയുള്ളത്. വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള മയക്കുവെടി സംഘം വനത്തിനുള്ളിൽ ക്യാമ്പ് ചെയ്ത് കാത്തിരിക്കുകയാണ്. 2 ദിവസം കൂടെയുണ്ടായിരുന്ന മോഴയും സമീപത്തു നിന്ന് മാറിയതോടെ കൂടുതൽ അപകടകാരിയാവുകയാണ് ബേലൂർ മക്കിന. ആന ഇന്നലെ ഉണ്ടായിരുന്ന നാഗർഹോള വനമേഖലയിലെ മസാലക്കുന്ന് ഭാഗത്തു നിന്നും വീണ്ടും 3 കിലോമീറ്റർ വനത്തിനകത്തേക്ക് കയറിയിട്ടുണ്ട്. 13 സംഘങ്ങളായാണ് കർണാടക കേരള വനംവകുപ്പുകൾ ആനയെ നിരീക്ഷിക്കുന്നത്. ബേലൂർ മക്കിന കേരള അതിർത്തി പിന്നിട്ടതിനാൽ മയക്കുവെടി വയ്ക്കാൻ അനുവാദമില്ല. പക്ഷേ ഇന്ന് രാത്രിയോടെ ബേലൂർ മക്കിന തിരിച്ച് കേരളത്തിലെത്തുമെന്നാണ് ദൗത്യസംഘത്തിന്റെ പ്രതീക്ഷ. വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും ആനയ്ക്കൊപ്പം വനത്തിലുണ്ട്. മക്കിനയ്ക്കൊപ്പമെത്താൻ കഴിയാത്ത ഭൂപ്രകൃതിയും അടിക്കാടുകളും ദൗത്യസംഘത്തിന് പ്രതിസന്ധിയുണ്ടാക്കുന്നുണ്ട്. ഒരു ദിവസം 27 കിലോമീറ്ററിലധികം ദൂരമാണ് ദൗത്യസംഘം ആനയ്ക്കൊപ്പം വനത്തിൽ സഞ്ചരിക്കുന്നത്. അനുയോജ്യമായ സ്ഥലത്തെത്തിയാൽ മയക്കുവെടി വയ്ക്കാനാണ് തീരുമാനം. 24 വയനാട്.